ത്രികവനത്തിൻ്റെ ഹൃദയഭാഗത്ത് ഫെലിക്സ് എന്നു പേരുള്ള കൗശലക്കാരനായ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. ചതിക്കും തന്ത്രങ്ങൾക്കും പേരുകേട്ട ഫെലിക്സിൻ്റെ പ്രശസ്തി ദൂരവ്യാപകമായി വ്യാപിച്ചു. മറ്റു വനമൃഗങ്ങൾ അവൻ്റെ വഞ്ചനാപരമായ വഴികളെക്കുറിച്ച് ജാഗ്രത പുലർത്തിയിരുന്നു. പക്ഷേ ആരും അവനെ നേരിടാൻ ധൈര്യപ്പെട്ടില്ല. ഒരു ദിവസം കാട്ടിൽ നിഗൂഢമായ ഒരു സംഭവം നടന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പുണ്യസ്രോതസ്സായ ടാൻഡ് ഓക്ക് മരത്തിൽ നിന്നുള്ള സരസഫലങ്ങൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഫെലിക്സിൻ്റെ വികൃതിയായ പ്രശസ്തി കണക്കിലെടുത്ത് അവനെ എല്ലാവർക്കും സംശയം തോന്നി. എന്നിരുന്നാലും തന്ത്രശാലിയായ കുറുക്കൻ ഒരു പങ്കാളിത്തവും ശക്തമായി നിഷേധിച്ചു. ആശയും ഉത്കണ്ഠയും നിറഞ്ഞ ബുദ്ധിയുള്ള ഒലിവിയ എന്ന മൂങ്ങ സത്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചു. കുറ്റവാളിയെ കണ്ടെത്താനും വനത്തിന് നീതി ലഭ്യമാക്കാനുമുള്ള അന്വേഷണം അവൾ ആരംഭിച്ചു. ഒലിവിയ തൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കവേ ഫെലിക്സിൻ്റെ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നിരവധി മൃഗങ്ങളെ അവൾ കണ്ടുമുട്ടി. ഗൂഢാലോചനയുടെയും നിഗൂഢതയുടെയും ഒരു കഥ നെയ്തെടുത്ത് സസ്പെൻസോടെയാണ് ആഖ്യാനം വികസിച്ചത്. ഓരോ കണ്ടുമുട്ടലും ഒലിവിയയെ സത്യത്തിലേക്ക് അടുപ്പിച്ചു. ഫെലിക്സിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അവൻ്റെ വഞ്ചനപരമായ പെരുമാറ്റത്തിന് പിന്നിലെ കാരണങ്ങളും അവൾ മനസ്സിലാക്കി. ശ്രദ്ധ തേടുന്നതിനായി ഫെലിക്സ് തന്ത്രങ്ങൾ അവലംബിക്കുകയും അവഗണിക്കപ്പെടുകയും വിലമതിക്കപ്പെടാതിരിക്കുകയും ചെയ്തു. തെളിവുകളുമായി ഒലിവിയ നേരിട്ടതോടെ കഥയ്ക്ക് അപ്രതീക്ഷിത വഴിത്തിരിവായി. തൻ്റെ പ്രവൃത്തികളെ നിഷേധിക്കുന്നതിനു പകരം തൻ്റെ സത്യസന്ധതയില്ലായ്മയുടെ ഭാരം മനസ്സിലാക്കി ഫെലിക്സ് മടിച്ചു, പിന്നെ നെടുവീർപ്പിട്ടു. ഒലിവിയയുടെ സഹാനുഭൂതിയിൽ സ്പർശിച്ച അദ്ദേഹം തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുകയും തന്നെ ഈ പാതയിലേക്ക് നയിച്ച ആഴത്തിലുള്ള അരക്ഷിതാവസ്ഥ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഫെലിക്സിൻ്റെ ഏറ്റുപറച്ചിൽ കേൾക്കാൻ കാട്ടുമൃഗങ്ങൾ തടിച്ചുകൂടിയപ്പോൾ ആ പറമ്പിൽ നിശബ്ദത തളയം കെട്ടി. സത്യസന്ധതയുടെയും ആത്മാഭിമാനത്തെയും കുറിച്ചുള്ള വിലപ്പെട്ട പാഠം നൽകാൻ ഒലിവിയ ആ നിമിഷം ഉപയോഗപ്പെടുത്തി. ഒരാളുടെ തെറ്റുകൾ അംഗീകരിക്കുന്നതും മോചനം തേടുന്നതും എങ്ങനെ നല്ല മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് അവൾ പങ്കുവച്ചു. ഫെലിക്സിൻ്റെ ഒരു പരിവർത്തന യാത്രയോടെ കഥ അവസാനിച്ചു. ഒരു കാലത്ത് കൗശലക്കാരനായ കുറുക്കൻ ഇപ്പോൾ വിനയാന്വിതനും പശ്ചാത്തപിച്ചും പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു. താൻ എടുത്ത സരസഫലങ്ങൾ വീണ്ടും നട്ടുപിടിപ്പിക്കാൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തി. ഗ്രാൻഡ് ഓക്ക് മരത്തിൻ്റെ തഴച്ചുവളരലിന് സംഭാവന നൽകി. ആദ്യം സംശയം തോന്നിയ കാട്ടുമൃഗങ്ങൾ ഫെലിക്സിൻ്റെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നിരീക്ഷിക്കുകയും ക്രമേണ അവനെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. കഥയുടെ ധാർമ്മികത: സത്യസന്ധതയാണ് വീണ്ടെടുപ്പും പരിവർത്തനവും മുളപ്പിക്കുന്ന വിത്ത്. നമ്മുടെ കുറവുകളെ വിനയത്തോടെ നേരിടുന്നതിലൂടെ നല്ല മാറ്റത്തിന് വഴിയൊരുക്കുകയും നമുക്ക് ചുറ്റുമുള്ളവരുടെ വിശ്വാസം നേടിയെടുക്കുകയും ചെയ്യും. How to watch this video? You can like, share and subscribe.